ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AKM സിനാൻ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അടിസ്ഥാന ശാസ്ത്രമായിരുന്നു പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ബാക്കി 3 പേജ് പഠിക്കുന്നു. ആ 3 പേജോടെ നമ്മളെ പാഠം ഇന്ന് തീരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് കുറേ കോശങ്ങളുടെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പേജായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പേജ്, 13ാമത്തെ പേജ്. ഞാൻ ഇതൊന്ന് വായിച്ചു മനസ്സിലാക്കി തരാം. സസ്യശരീരം. ഏതെങ്കിലും ഒരു സസ്യഭാഗം നമുക്ക് പരിശോധിക്കാം. ഉള്ളിത്തൊലി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. നിങ്ങൾ നിരീക്ഷിച്ച രൂപം ശാസ്ത്രപുസ്തകത്തിൽ വരക്കണം. താഴെ നൽകിയിട്ടുള്ള ചിത്രവുമായി താരതമ്യം ചെയ്യൂ. ഇത് ഉള്ളിത്തൊലിയിലെ കോശമാണ്. ഇത് നോട്ട്ബുക്കിൽ വരക്കുക. ഇനി ഞാൻ ഈ കള്ളിയിൽ ഉള്ളതൊന്ന് വായിക്കാം. സ്ലൈഡ് തയ്യാറാക്കുന്ന വിധം. ഉള്ളിയുടെ പുറമേയുള്ള ഉണങ്ങിയ തൊലികൾ കളഞ്ഞ ശേഷം മാംസളമായ ഭാഗത്തുനിന്ന് നേർത്ത തൊലി ചീന്തിയെടുക്കുക. ഇത് വാച്ച് ഗ്ലാസ്സിലെ ജലത്തിൽ വെക്കുക. സ്റ്റെയിൻ അഥവാ സഫ്രാനിൽ ചെയ്ത ശേഷം ബ്രഷ് കൊണ്ട് ഒരു ചെറിയ ഭാഗം സ്ലൈഡിൽ വെക്കുക. കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. ഇത് സ്ലൈഡ് തയ്യാറാക്കുന്ന വിധമാണ് പറഞ്ഞിരിക്കുന്നത്. മുമ്പ് ക്ലാസ്സിൽ നിങ്ങൾ കാവൽ കോശങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. തന്നിരിക്കുന്ന ചിത്രത്തിൽ കാവൽ കോശങ്ങളോടൊപ്പം വേറെയും കോശങ്ങൾ കാണുന്നില്ലേ? കാവൽ കോശങ്ങൾ, ഇലയിലെ മറ്റു കോശങ്ങൾ, ഉള്ളിത്തൊലിയിലെ കോശങ്ങൾ എന്നിവ ആകൃതി, വലുപ്പം എന്നീ കാര്യങ്ങളിൽ ഒരുപോലെയാണോ? താരതമ്യം ചെയ്ത് നിങ്ങളുടെ നിഗമനം ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ഇതാണ് കാവൽകോശം. കാവൽകോശം എന്ന് പറഞ്ഞാൽ ഇലകളുടെ അടിവശത്തുണ്ടാകുന്ന ഒരു തരം കോശമാണ് കാവൽകോശം. ഇനി 2 പോയിന്റുകളൊന്ന് ഞാൻ വായിക്കാം. 1ാമത്തെ പോയിന്റ്. ജന്തുകോശങ്ങളിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയ കോശഭാഗങ്ങളെല്ലാം കോശങ്ങളിലുമുണ്ടല്ലോ. ജന്തുകോശങ്ങളിൽ കാണാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ ഉണ്ടോ? ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇതാണ് ജന്തുകോശം. പക്ഷെ നമ്മൾ സസ്യകോശം പഠിച്ചിട്ടില്ലായിരുന്നു. ഇത് സസ്യകോശമാണ്. ഇതിലില്ലാത്ത ഭാഗം ഇതിലുണ്ടോ എന്നാണ് ചോദ്യം. ഇത് മർമ്മം സസ്യകോശത്തിൽ ഉണ്ട്. ഹരിതകം. ഇതാണ് ഹരിതകം. പക്ഷേ ഹരിതകം ജന്തുകോശത്തിൽ ഇല്ല. കോശദ്രവ്യം സസ്യകോശത്തിൽ ഉണ്ട്. ഫേനം സസ്യകോശത്തിലുമുണ്ട്. കോശസ്തരം 2ലുണ്ട്. ഇതിലെ ഒരു കാര്യമേ സംശയിക്കാനുള്ളൂ. ഈ ഫാനം വളരെ വലുതാണ്. ജന്തുകോശത്തിൽ ഫാനം വളരെ ചെറുതാണ്. നിങ്ങളുടെ കണ്ടെത്തലുകൾ പട്ടികയിൽ ക്രോഡീകരിക്കുക. അടുത്ത പേജിലാണ് പട്ടിക. അതുകൊണ്ട് നമുക്ക് അടുത്ത പേജിൽ കാണാം. ഈ പട്ടിക ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതേപോലെ തന്നെ നിങ്ങളും പൂർത്തിയാക്കുക. ഇവിടെ കോശഭാഗങ്ങളാണ് എഴുതേണ്ടത്. മർമ്മം, കോശഭിത്തി, കോശസ്തരം, ഫാനം, ഹരിതകം, കോശദ്രവ്യം. മർമ്മം ജന്തുകോശത്തിൽ ഉണ്ടോ ഇല്ലേ? മർമ്മം ജന്തുകോശത്തിൽ ഉണ്ടെങ്കിൽ ശരി എന്ന് എഴുതുക, ഇല്ലെങ്കിൽ തെറ്റ് എന്ന് എഴുതുക. സസ്യകോശത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ശരി എന്ന് എഴുതുക, ഇല്ലെങ്കിൽ തെറ്റ് എന്ന് എഴുതുക. അതേപോലെ തന്നെ കോശഭിത്തി, കോശസ്തരം, ഫാനം, ഹരിതകം, കോശദ്രവ്യം ഇതൊക്കെ അതേപോലെ തന്നെ എഴുതുക. ഇനി ഞാൻ ഈ പട്ടികയുടെ അടിയിലുള്ളതൊന്ന് വായിക്കാം. സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നിങ്ങൾ കണ്ടെത്തിയവ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. വിവിധ സസ്യഭാഗങ്ങൾ ഒരേ തരം കോശങ്ങൾ കൊണ്ടാണല്ലോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് ചെടിയുടെ ഇളം തണ്ടിൽ നിന്ന് കുറുകെയുള്ള ഛേദമെടുക്കുക.
ഛേദം നേർത്തതും പൂർണ്ണമാവണം. ഇത് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. വിവിധ തരം കോശങ്ങൾ കാണുന്നില്ലേ? ജന്തുശരീരവും സസ്യശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ് നാം കണ്ടെത്തി. കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ഞാൻ കണ്ടെത്തിയല്ലോ. ജന്തുക്കളിലും സസ്യങ്ങളിലുമെല്ലാം വിവിധ ആകൃതിയും വലുപ്പത്തിലുമുള്ള കോശങ്ങളുണ്ട്. ഈ കോശങ്ങളുടെ കൂട്ടായ്മയിലാണ് ജീവൻ നിലനിർത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന പഠന നേട്ടങ്ങളിൽ പെടുന്നവ. ഒന്നാമത്തെ പോയിന്റ് ഞാനൊന്ന് വായിക്കാം. ജീവൻ്റെ അടിസ്ഥാന ഘടകം കോശമാണെന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് ഞാൻ വായിക്കാം. ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ എന്നിവ ഉദാഹരണ സഹിതം വിശദീകരിക്കാൻ കഴിഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്, ജീവികളുടെ വലുപ്പം കോശങ്ങളുടെ വലുപ്പത്തെയല്ല എണ്ണത്തിന് ആശ്രയിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് വിശദീകരിക്കാൻ കഴിഞ്ഞു. നമുക്ക് കഴിഞ്ഞ ഭാഗങ്ങൾ ഓരോ പോയിന്റുകളാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അടുത്ത പേജിലേക്ക് കടന്നിരിക്കുന്നു. 15ാമത്തെ പേജാണ്. നമ്മൾ പ്രധാന പഠന നേട്ടങ്ങളിൽ പെടുന്നവ എന്ന ആ പോയിന്റുകൾ ഫുള്ളായിട്ട് വായിച്ചിരുന്നില്ല. അതിൻ്റെ ബാക്കി ഈ പേജിലായിരുന്നു. ഞാൻ എന്തായാലും ഈ ബാക്കി ഉള്ളതൊന്ന് വായിക്കാം. ഒന്നാമത്തെ പോയിന്റ്, കോശഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് ചിത്രീകരിക്കാൻ കഴിയുന്നു. രണ്ടാമത്തെ പോയിന്റ്, സസ്യകോശത്തെയും ജന്തുകോശത്തെയും ചിത്രീകരിക്കാനും സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്താനും കഴിയുന്നു. മൂന്നാമത്തെ പോയിന്റ്, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കോശങ്ങൾ നിരീക്ഷിക്കാൻ കഴിയുന്നു. വിലയിരുത്താം. ചോദ്യം 1. താഴെ പറയുന്ന പ്രസ്താവനകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദമാക്കുക. എ. കോശങ്ങളെ കാണാൻ ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ് എന്നിവ ഉപയോഗിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. കോശങ്ങളെ കാണാൻ നമ്മൾ ഹാൻഡ് ലെൻസ് ഉപയോഗിക്കുന്നില്ല, മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നുള്ളൂ. ഹാൻഡ് ലെൻസ് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന ചെറിയ ജീവികളെ വലുതായി കാണാനാണ് ഹാൻഡ് ലെൻസ് ഉപയോഗിക്കുന്നത്. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ ജീവികളെ വലുതായി കാണാനാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അഥവാ കോശങ്ങളെ കാണാൻ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നുള്ളൂ, ഹാൻഡ് ലെൻസ് ഉപയോഗിക്കുന്നില്ല. ബി. ഒരു കോശം മാത്രമുള്ള ജീവികൾ ഭൂമിയിലുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇതാണ് ശരി. സി. ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ വലുപ്പ വ്യത്യാസമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിനൊരു ഉദാഹരണം പറഞ്ഞു തന്നു. വലിയ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ വലിയ ഇഷ്ടികയാണ് എടുക്കുന്നത്. ചെറിയ വീട് നിർമ്മിക്കുമ്പോൾ ചെറിയ ഇഷ്ടികയാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടിനും ഉത്തരം അല്ല എന്നാണ്. വലിയ വീട് നിർമ്മിക്കുമ്പോൾ ഈ ഇഷ്ടികയുടെ എണ്ണം കൂടുന്നതുള്ളൂ. ചെറിയ വീട് നിർമ്മിക്കുമ്പോൾ ഇഷ്ടികയുടെ എണ്ണം കുറയുന്നതേ ഉള്ളൂ. ഡി. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. ഡി. ഒരു ജീവിയുടെ എല്ലാ കോശങ്ങളും ഒരുപോലെയായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സസ്യകോശം കാവൽ കോശങ്ങളെ പോലെയാണോ? ജന്തുകോശം സസ്യകോശത്തെ പോലെയാണോ? രക്തകോശം ഉള്ളിത്തൊലിയിലെ കോശം പോലെയാണോ? ജന്തുകോശവും സസ്യകോശവും താരതമ്യം ചെയ്ത് ഒരു കുട്ടി തയ്യാറാക്കിയ പട്ടികയിലെ ചില വിവരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. കോശഭാഗങ്ങൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കൂ. കോശഭാഗങ്ങൾ: സസ്യകോശം, ജന്തുകോശം. സസ്യകോശത്തിലും ജന്തുകോശത്തിലും ഉണ്ട് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മർമ്മമാണ് വരേണ്ടത്. സസ്യകോശത്തിൽ വലുത്, ജന്തുകോശത്തിൽ ചെറുത്. അതെന്തായാലും ഫാനമാണ്. ഞാൻ ഇത് ടെക്സ്റ്റ് ബുക്കിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇതേപോലെ തന്നെ നോട്ട് ബുക്കിലേക്ക് എഴുതുക. സസ്യകോശത്തിൽ ഉണ്ട്, ജന്തുകോശത്തിലില്ല. സസ്യകോശത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, സസ്യകോശത്തിൽ ഹരിതകമാണുള്ളത്, ജന്തുകോശത്തിൽ ഹരിതകമില്ല. കോശദ്രവ്യം രണ്ടിലുമുണ്ട്. സസ്യകോശത്തിൽ ഉണ്ട്, ജന്തുകോശത്തിൽ ഇല്ല. സസ്യകോശത്തിൻ്റെ മാതൃക നിർമ്മിക്കാം. ആവശ്യമായ സാമഗ്രികൾ: അടപ്പുള്ള സുതാര്യമായ ചതുരപ്പെട്ടി, OHP ഷീറ്റ് 2,
കഷണം, സുതാര്യമായ പ്ലാസ്റ്റിക് ഷീറ്റ്, തെർമാക്കോൾ, ആവശ്യമായ കളറുകൾ, ജലം, പശ. നമ്മൾ അടുത്ത പേജിലേക്ക് കടന്നിരിക്കുന്നു. നിർമ്മാണ രീതി. OHP ഷീറ്റുകൾ ചിത്രത്തിൽ കാണിച്ച പോലെ പെട്ടിയുടെ വലുപ്പമനുസരിച്ച് മുറിച്ചെടുക്കുക. പരസ്പരം 90 ഡിഗ്രിയിൽ ചേർക്കാവുന്ന വിധത്തിൽ പകുതി വരെ മുറിക്കുക. മുറിച്ച ഭാഗങ്ങൾ പരസ്പരം ചേർത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രമീകരിക്കുക. മാതൃകാ സസ്യകോശത്തിൽ കാണുന്ന കോശാംഗങ്ങൾ തെർമാക്കോളിൽ വെട്ടിയെടുത്ത് വേണ്ട ചായങ്ങൾ ചേർത്ത് OHP ഷീറ്റിൽ യഥാസ്ഥാനങ്ങളിൽ പശ ഉപയോഗിച്ച് ഒട്ടിച്ചു ചേർക്കുക. OHP ഷീറ്റ് ശ്രദ്ധാപൂർവം പെട്ടിയിൽ ഇറക്കി വെച്ച് വെള്ളം ഒഴിച്ചു നോക്കൂ. ഒരു സസ്യകോശത്തിൻ്റെ ഏകദേശ ത്രിമാന രൂപം ലഭിക്കുന്നില്ല. ഇത് സസ്യകോശം ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ ഇനി ഇത്ര എടുക്കുന്നുള്ളൂ. 4 പേജ് നമ്മൾ എടുത്തു. അതോടുകൂടെ ഈ ജീവൻ്റെ ചെപ്പുകൾ എന്നുള്ള പാഠം കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ടാമത്തെ പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. നമ്മുടെ പാഠം ഇതോടെ തീർന്നിരിക്കുന്നു. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. ഇനി അടുത്ത വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.